തീരുമാനിച്ചു. നിങ്ങളൊരാളെ കൊല്ലണം തീരുമാനിച്ചിട്ടുണ്ടോ? നിങ്ങൾ തന്നെ പോയി ചെയ്യും. അതിന് പകരം ഈ മൃഗങ്ങളെ പോലെ കൂലിക്കാട് ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ കൂലിക്കാട് എടുക്കുക, ഈ മാതിരി ഏർപ്പാടുകൾ ചെയ്യുന്നത് ശരിയല്ല എന്ന്. ഇതാണ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ സംഭവം അതാണ്. കേരളത്തിനകത്ത് മുസ്ലിം ജനസാമാന്യത്തെ കൊണ്ടുപോയി കൊല്ലിക്കുക എന്ന് പറയുന്ന മുട്ടാള രാഷ്ട്രീയത്തിന് സത്യത്തിൽ ഇയാൾ അതിൻ്റെ അച്ചാരം വാങ്ങി പണിയെടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും. അതുകൊണ്ട് വാസ്തവത്തിൽ ചെയ്യേണ്ടത് മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഇയാളെ എന്ത് വേണമെന്ന് റോട്ടിൽ ഇറങ്ങാൻ സമ്മതിക്കാതെ ഈ മനുഷ്യൻ തെറിവിളിക്കേണ്ടതാണ് ശരിക്കും. തലശ്ശേരിയിലായാലും ഇവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രഖ്യാപിക്കാന്ന് മിസ്റ്റർ ബുഷ്, അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ബുഷ്, നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്, നിർത്തണം. ശരിക്കും ഇയാളെ പാർട്ടിയിൽ അടിച്ച് പുറത്താക്കേണ്ടതെന്ന് ഇയാളെ നേരം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ വാക്കിന് അർത്ഥമേ ഉള്ളൂ, ഒറ്റ അർത്ഥമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ ഇല്ലാത്ത ഇന്ത്യ എന്നാണ് അർത്ഥം. ഈ CA എന്ന് പറഞ്ഞാൽ ഇയാൾ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു സാധനം ഇന്ത്യ അത് കേരളത്തിൽ നടപ്പിലാക്കലാത്തുള്ള ശുദ്ധ വിഡ്ഢിസം പറഞ്ഞ് അതിന് കൈമുട്ടി കൊടുക്കുന്ന ഏഭ്യന്മാരെ നിർമ്മിച്ച ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അതിൽ എന്താണത്? ഒരൊറ്റ സീറ്റ് BJP സഹായിച്ചില്ലെങ്കിൽ കേരളത്തിൽ CPIM കിട്ടാൻ പോകില്ല, ഒരു സീറ്റും അവർക്ക് കിട്ടില്ല. ഈ ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷനിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇതിൽ കോൺഗ്രസ് ഇല്ലാതാകുമോ, അതല്ല കോൺഗ്രസിനുണ്ടായ ഒരു വല്ലാത്ത പിന്നോട്ടുള്ള അവസ്ഥയിൽ നിന്ന് തിരിച്ചു കയറാൻ സാധ്യതയുണ്ടോ? എന്താണ് അങ്ങയുടെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ അങ്ങേക്ക് പറയാനുള്ളത്? തീർച്ചയായും കോൺഗ്രസ് ഇതുവരെ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധിയേക്കാൾ ആഴമേറിയ പ്രതിസന്ധിയിലേക്ക് ഇനി ഒരിക്കലും കോൺഗ്രസ് പോവില്ല, ഉറപ്പാണ്. മാത്രമല്ല, ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ശരിക്കും കോൺഗ്രസിന് ഇത്തവണത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഉണ്ടായിത്തീരും. ഭരണം കിട്ടില്ല. പക്ഷേ അതിനുള്ള സാധ്യതയെ ഞാൻ തള്ളിക്കളയുന്നുമില്ല. കാരണം നേരത്തെ BJPക്ക് ഉണ്ടായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ അതാ ഞാൻ പറയാം. അപ്പോൾ നേരത്തെ BJPക്ക് ഉണ്ടായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ആധിപത്യമുണ്ട് അഖിലേന്ത്യാ തലത്തിൽ. ഈ ആധിപത്യത്തിനകത്ത് ഒരു ചെറിയ എന്താ പറയുക മങ്ങലേൽക്കുന്നുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പോളിറ്റിക്സിലുണ്ടായിരിക്കുന്ന ഒരു വലിയൊരു അപ്രമാദിത്വം, അൺക്വസ്റ്റനബിൾ എന്ന് പറയാവുന്ന ഒരു ആ സംഭവത്തിൻ്റെ വെളിച്ചം മങ്ങുകയാണ് ശരിക്കും. ഇത് ഈ ടേമും കൂടി ചിലപ്പോൾ പോയേക്കാം, അടുത്ത ടേമാകുമ്പോൾ ഇത് പോവും, ഉറപ്പാണ്, ഡെഫിനറ്റ് ഇത് പോവും. ഇത് പോയാൽ പിന്നെ വരുന്നത് ആരും എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം അത് രാഹുൽ ഗാന്ധിയാണെന്നുള്ളതാണ്. ഇത് ശരിക്കും പറയേണ്ടത് ആര് എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ വിഷയം. ഇത് പറയാൻ ചരിത്രപരമായി ബാധ്യതയുള്ളത് വാസ്തവത്തിൽ CPIക്കാണ്, CPMനല്ല. CPI എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിക്കപ്പെട്ട നുണയുടെ കൂമ്പാരമായി ഉണ്ടായൊരു സാധനമാണ്. പക്ഷേ CPI അതല്ല. അതെല്ലാത്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിലെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു മാർക്സിസ്റ്റ് എന്താ പറയുക തിയററ്റീഷ്യൻ എന്ന് പറയാവുന്ന ഒരാളാണ് ജോർഗി ദിമിത്രോവിൻ്റെ ഫാസിസത്തിനെതിരായിട്ടുള്ള ഐക്യമുന്നണി അടവുകൾ. ഇന്ന് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യയിൽ വളരെ പ്രധാനമായ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിനും കേരളത്തിലോ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഈ ദിമിത്രോവിൻ്റെ പേര് പറയുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് പറയുക? അറിയില്ല എന്നുള്ളതാണ്. അറിയില്ല. DYFIക്കാരന് ഏതെങ്കിലും DYFIക്കാരൻ ദിമിത്രോവ് ആരാണെന്നറിയാമോ? അപ്പോൾ ഫാസിസത്തിനെതിരായിട്ടുള്ള ഐക്യമുന്നണി എന്നൊരു സംഭവം രൂപം കൊള്ളേണ്ടതുണ്ട് എങ്കിൽ ഇപ്പോഴല്ലാതെ മറ്റെപ്പോഴാണെന്ന് രൂപം കൊള്ളുക. ഈ ഒരു പൊളിറ്റിക്സ് ഇന്ത്യയിൽ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നത് വാസ്തവത്തിൽ ആരായിരുന്നു? CPIയുടെ ഭാഗത്തു നിന്നാണ് ഈ സാധനം വരേണ്ടത്. ഇപ്പോൾ CPI ഞാനിപ്പോൾ ഉദാഹരണം പറയാം. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന പി രാമൂർത്തി, CPMൻ്റെ പ്രമുഖ നേതാവായിരിക്കുന്ന പി രാമൂർത്തി, അതുപോലെ സുർജിത്ത്, ജ്യോതി ബാസു, ഇങ്ങനെ വരുന്ന ഒരു നിര CPIൻ്റെ അകത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഭവാനി സെൻ, പിന്നീട് വരുന്ന ഇന്ദ്രജിത് ഗുപ്ത, ഇങ്ങനെല്ലാം വരുന്ന ഒരുപടി വലിയ നേതാക്കന്മാർ. ഇന്നിപ്പോൾ അങ്ങനെ വരാവുന്ന ഒരാളുകളുടെ നിര നമുക്കില്ല. ഇല്ലാത്തതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇത്രയൊക്കെ സങ്കീർണമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് റോൾ സ്വീകരിക്കണമെന്ന് പറയാൻ കഴിയും. ഇത് പറയാൻ കഴിയാത്ത വ്യാക്കത്തിലാണ് ഈ പറയുന്ന മിസ്റ്റർ വിജയനെ പോലത്തെ ആളുകൾ എന്താകുന്ന ഒരു രാഷ്ട്രീയം നിർമ്മിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഈ രാഷ്ട്രീയം നിർമ്മിച്ചിട്ട് ഇവരുടെ ചെയ്യുന്ന പണി എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് CAൻ്റെ വിഷയം എടുക്കുക. ഈ CAൻ്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഇയാളിപ്പോൾ ഇവിടുന്ന് പ്രഖ്യാപിക്കുന്ന എന്താ, ഇത് കേരളത്തിൽ നടപ്പിലാവില്ല. ഈ പൊട്ടത്തരം ഇയാളിതിങ്ങനെ ആവർത്തിച്ചു കൊടുക്കുന്നതിന് മുന്നിലിരുന്ന് കൈവിട്ടി കൊടുക്കാൻ ആളുണ്ടായിത്തീരുമ്പോഴാണ് ഞാനൊരു തമാശ പറയുക. അതിൻ്റെ അടുത്ത് ഈ നമ്മുടെ ഇതില്ലേ ഇറാഖ് കുവൈത്ത് യുദ്ധം, ആ യുദ്ധത്തിൻ്റെ സമയത്ത് ഞാൻ തലശ്ശേരിയിൽ അന്നേരം CMBയുടെ ഒരു പത്രമുണ്ട്. അപ്പോൾ സായാൻ എന്ന് പറഞ്ഞൊരു പത്രം, അതിൻ്റെ പ്രിൻറ്റർ, പബ്ലിഷർ, എഡിറ്റർ, കമ്പോസർ, വിൽപ്പനക്കാരെ, റിപ്പോർട്ടർ, സർവ്വസാധനവും പ്രൂഫ് റീഡർ എല്ലാം ഞാനായിട്ട് നടത്തിയിരിക്കുന്ന സ്ഥാപനമാണ്. പാട്ടിനായിട്ടായിരുന്നു അതിൻ്റെ എഡിറ്ററിന് ചാർജായിട്ട് പേപ്പറിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരുന്ന തലശ്ശേരിയിൽ DYFIയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് ഒരു 100-150ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു റാലി ഉണ്ടായിരുന്നു. എന്തിനാണെന്ന് പറഞ്ഞാൽ സദ്ദാം ഹുസൈന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ്.
അപ്പോൾ അത് പിന്നെ ആ റാലി ഉദ്ഘാടനം ചെയ്യുന്നത് അന്നത്തെ തലശ്ശേരിയിലെ CPM ഏരിയ സെക്രട്ടറി അയാൾ മരിച്ചു പോയതുകൊണ്ട് അയാളുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡായിരുന്നു ആ റാലിയുടെ സമാപിച്ചത്. അപ്പോൾ ആടെ വെച്ചിട്ട് ഇങ്ങനെ പൊതുയോഗം നടക്കുമ്പോൾ ഇയാൾ പ്രസംഗിക്കുകയാണ്. ഇയാൾ പ്രസംഗിക്കുന്ന സെൻറ്റൻസ് ഇതാണ്: മിസ്റ്റർ ബുഷ്, നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുന്നേ, തലശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രഖ്യാപിക്കുകയെന്ന്, മിസ്റ്റർ ബുഷ്, അമേരിക്കൻ പ്രസിഡന്റ്, മിസ്റ്റർ ബുഷ്, നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്, നിർത്തണം. നിങ്ങളിത് പറയുമ്പോൾ മുന്നിൽ കൈമുട്ടിയിരിക്കുന്ന ആൾക്കാർ, ഞാൻ സത്യത്തില്ല ഈ 2 കൈയോട് തലയിൽ വെച്ചിട്ട് ഓടുക ചെയ്തതെന്ന് ഞാൻ. ഇത് പറഞ്ഞിട്ട് മുട്ടിക്കൊടുക്കുന്ന ആളുകളുടെ അധമത്വത്തിൽ നിന്ന് എവിടെയാണ് ഈ CAA എന്ന് പറഞ്ഞാൽ ഇയാൾ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു സാധനം ഇന്ത്യയിൽ നിന്നാണ് കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞാൽ ശുദ്ധ വിഡ്ഢിസം പറഞ്ഞ് അതിന് കൈമുട്ടി കൊടുക്കുന്ന ഏഭ്യന്മാരെ നിർമ്മിച്ച ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അതിൽ എന്താണത്? ഇയാൾക്ക് ആകെ വേണ്ട ഒറ്റ കാര്യം മാത്രമാണ്. ഈ ഹമാസ് ഇസ്രായേൽ പ്രശ്നമുണ്ടല്ലോ, അവിടെ ഇഷ്ടംപോലെ പാലസ്തീനകത്ത് കുട്ടികളടക്കം മരിച്ചു വീഴുകയാണ്. ജനോസൈഡ് എന്ന് പറയാവുന്ന അവസ്ഥയാണ് ശരിക്കും, വംശഹത്യ. ഈ കുട്ടികളെ മുഴുവൻ കൊല്ലിക്കാൻ കാരണക്കാരൻ ആര് എന്നൊരു ചോദ്യമുണ്ട്. ഇതിൽ ഹമാസിന് വല്ല നഷ്ടമുണ്ടോ? ശരിക്കും പാലസ്തീൻകാർ ഇപ്പോൾ നശിപ്പിക്കുന്നതിനെല്ലാക്കുന്ന വഴിമരുന്ന് ഇട്ട് കൊടുത്തതാരാ? ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടനയാണ്. ഇതിന് സമാനമായ അവസ്ഥയിലേക്ക് കേരളത്തിനകത്ത് മുസ്ലിം ജനസാമാന്യത്തെ കൊണ്ടുപോയി കൊല്ലിക്കുക എന്ന് പറയുന്ന മുട്ടാള രാഷ്ട്രീയത്തിന് സത്യത്തിൽ ഇയാൾ അതിൻ്റെ അച്ചാരം വാങ്ങി പണിയെടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും. അവിടെ വാസ്തവത്തിൽ ചെയ്യേണ്ടത് മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഇയാളെ എന്ത് വേണമെന്ന് റോട്ടിലിറങ്ങാൻ സമ്മതിക്കാതെ ഈ മനുഷ്യൻ തെറിവിളിക്കേണ്ടതാണ് ശരിക്കും. ഇത്തരം ഒരവസ്ഥയെ കേരളത്തിൽ നിർമ്മിക്കുമ്പോഴാണ് ഈ ജോഡോ യാത്ര ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ ഈ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കും എന്ന് പറയുന്നത്. മുമ്പൊരിക്കലുമില്ലാതിരിക്കുന്ന ഒരു വലിയ ബഹുജന പിന്തുണ അതിനുണ്ടായിത്തീരുകയും പിന്നെ UP, മഹാരാഷ്ട്ര, ബീഹാർ ഈ 3 സംസ്ഥാനങ്ങൾക്കകത്ത് നേരത്തെ BJP കിട്ടിയിരിക്കുന്ന മേൽക്കോയ്മ ഈ തവണ ലഭിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനകത്ത് ഏറ്റക്കുറച്ചിൽ ഉണ്ടായിത്തീരും. ആ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നെവർ ഈ 370+ എന്ന് പറയുന്ന BJPയുടെ ഈ മോഹം ഇത്തവണ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൃത്യമായും ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിൻ്റെ ഈ തകർച്ച എന്ന് പറയും, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ വാക്കിന് അർത്ഥമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ ഇല്ലാത്ത ഇന്ത്യ എന്നാണ് അർത്ഥം. പ്രതിപക്ഷമില്ലാത്ത ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യം, ഓട്ടോക്രസിയാണത്. അത്ര ഓട്ടോക്രസി അല്ല വേണ്ടത്, ഏകാധിപത്യം. നമുക്ക് വേണ്ടത് ബഹുകക്ഷി ജനാധിപത്യമാണ്. ഈ ബഹുകക്ഷി ജനാധിപത്യം വേണ്ടുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും പിന്നെ ചരിത്രത്തിൽ ഇങ്ങനെയല്ല പോകേണ്ടതെന്ന് പറയാനുള്ള ജനാധിപത്യവും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത് പഠിപ്പിച്ചതനുസരിച്ച് നമുക്കെല്ലാം അത് കൃത്യമായി ഞാനെല്ലാം ബോധ്യപ്പെടുന്ന MBRന്റെ കൂടെ പോയപ്പോൾ അതുവരെ മനസ്സിലായില്ല. ഇതുപോലെ ഇവരെക്കാൾ വലിയ ഡിക്റ്റേറ്ററായിട്ടായിരിക്കും നമ്മളും അതിനകത്ത് ഉണ്ടാവുക. അങ്ങനെ വരുന്ന ചിത്രത്തിൽ നിന്ന് മാറി ഒരു പുതിയ ഒരു ജനാധിപത്യ അവബോധം നിർമ്മിക്കാൻ ആവശ്യമായിരിക്കും ചുറ്റുപാടിലേക്ക് ഉണ്ടായിരിക്കുന്ന വളർച്ച. ഇതിൽ ഇത്തവണ അട്ടിമറികൾ നടക്കും, മാത്രമല്ല കേന്ദ്രത്തിൽ വലിയ മാറ്റങ്ങൾ കോൺഗ്രസിന് ഗംഭീരമായ ജനാധിപത്യത്തിന്റെ പിന്നോട്ടുണ്ടായ തകർച്ചയ്ക്ക് മാറ്റം, ജനാധിപത്യം തിരിച്ചു വരും. വലിയ തോതിൽ തിരിച്ചു വരാം. അതിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. CPM എന്നുള്ളത് ഇതോടുകൂടി അതില്ലാതെ അതിൻ്റെ ഒറ്റ ഉദാഹരണം ഞാൻ പറയും. ഇപ്പോൾ അതിനകത്ത് CPMന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പർ അയക്കുന്ന AK ബാലൻ, അയാൾ ഈ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന ഉണ്ടല്ലോ, പിന്നെ ഈനാമ്പേച്ചി തേള് ഈ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വന്നു. പക്ഷേ അല്ല, ഇങ്ങൾ ആലോചിക്കേണ്ടത് അയാൾ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ്. അയാൾ പറഞ്ഞതാരാന്ന് പറഞ്ഞാൽ ഈ മലബാർ മേഖലയിലുള്ള വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന എന്താ പറയുക പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധമുള്ള പാർട്ടിയുടെ ഉന്നതമായ കമ്മിറ്റികളിരിക്കുന്ന ആളുകളുടെ അവരുടെ ആത്മവീര്യമാണ് ഇയാൾ ചോർത്തിയത്. നാളെ ഈനാമ്പേച്ചി കേരളത്തിലും ഒറ്റ സീറ്റ് കിട്ടാൻ എന്നും ഇത് പറയുമ്പോൾ മറ്റുള്ളവർ ക്ഷീണിക്കുന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇയാൾ ചെയ്യുന്ന പണി എന്താണ്? ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന സംഭവത്തിനോട് പറയുന്ന BJPയുടെ പൊളിറ്റിക്സ് പരോക്ഷമായി അത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ AK ബാലൻ എന്ന് പറയുന്ന CPMന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പറിലൂടെ പാർട്ടീസുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നതിലാണ്. ശരിക്കും ഇയാളെ പാർട്ടി അടിച്ച് പുറത്താക്കേണ്ടതെന്ന് ഇയാൾ അന്നേരം ഇവിടെയാണ് ഇതെല്ലാം ഒരു ഇൻഡിവിജ്വൽ സംഭവം എടുക്കുന്നതിനും കൂടിയുള്ള ഒരു സംഭവം കൂടി കിടക്കുക. ഇപ്പോൾ തലശ്ശേരിയിൽ ഗംഗാധര മാരാർ എന്ന് പറഞ്ഞ ഒരു ആളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗംഗാധര മാരാർ പറഞ്ഞാൽ NE ബാലറാം, പിന്നെ എന്താ പറയുക ഭാര്യ സഹോദരനാണ് ഗംഗാധര മാരാർ. ഈ മാരാർ ഈ PR കുറുപ്പ് എന്ന് പറയുന്ന ആളുണ്ട്, ഇപ്പോൾ ഇവിടെ പാലൂരുണ്ടായിരുന്നു, മുൻ മന്ത്രി. അപ്പോൾ ഇയാളെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഈ പറയുന്ന പാനൂർ ഭാഗത്തുണ്ടായത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരാൾക്ക് നടന്നുകൂടാ, കോൺഗ്രസ്സുകാർക്ക് നടന്നുകൂടാ, ലീഗുകാർക്ക് നടന്നുകൂടാ, ആർക്കും നടക്കാൻ കഴിയില്ല. ഈ പറയുന്ന കുറിപ്പിൻ്റെ ഈ അക്രമോത്സവമായ അവസ്ഥ കാരണം. അപ്പോൾ ഇതിനെ ചെറുക്കാൻ എന്തിൻ്റെ മാർഗം ആർക്കും അന്ന് ഉള്ളത് തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയാണ്. താലൂക്ക് കമ്മിറ്റി എന്ന് പറയുമ്പോൾ മട്ടന്നൂർ, കൂത്തുപറമ്പ്, തലശ്ശേരി
ഉൾപ്പെടുന്ന, അതായത് നമ്മുടെ എന്താ പറയുക താലൂക്ക് എന്ന് പറയുന്ന അവസ്ഥയിൽ റവന്യൂ അടിസ്ഥാനത്തിൽ വരുന്ന പിന്നെ കമ്മിറ്റിയാണ്. അപ്പോൾ വലിയ വിശാലമായ കമ്മിറ്റിയാണ്. അപ്പോൾ ഈ കമ്മിറ്റിക്കകത്തുള്ള ആളാണ് ഈ പിന്നെ നമ്മുടെ ഗംഗാധര മാരാർ. ഇപ്പോൾ മാരാർ ഒരു പ്രപ്പോസൽ വെച്ചു. മാരാർ പറഞ്ഞത് എന്താ പറഞ്ഞാൽ മിസ്റ്റർ കുറുപ്പ് മസ്റ്റ് ബി ബീറ്റൺ ബൈ എ നോൺ മാർക്സിസ്റ്റ്, KNOWN, നോൺ മാർക്സിസ്റ്റ്, നോട്ട് എ നോൺ മാർക്സിസ്റ്റ്. അത് NONE ആണ്. എന്ന് പറഞ്ഞാൽ മൃഗത്തിനെ കൊണ്ടല്ല അയാളെ അടിക്കേണ്ടത്, മൃഗത്തിനെ കൊണ്ട് അടിപ്പിക്കല്ല വേണ്ടത്, അറിയപ്പെടുന്ന എന്താ പറയുക ഖ്യാതിയുള്ള ഒരു മാർക്സിസ്റ്റ് വേണം ഇയാളെ ആക്രമിക്കാനെന്ന്. അങ്ങനെയാണ് ഇയാളെ തലശ്ശേരി കോടതിക്കകത്ത് വെച്ച് ഗംഗാധര മാരാർ പിന്നെ നമ്മുടെ ചുറ്റിക അരിവാൾ ചുറ്റിക ഈ ചുറ്റിക എടുത്തിട്ട് ഡോക്ടറോട് പോയി ചോദിച്ചിട്ട് കുറുപ്പിനെ ഏത് അടിച്ചാലാണ് മരിക്കാൻ ചോദിച്ചു. അപ്പോൾ പറയുന്നത് മിഡിൽ ഒബ്ലാങ്കട്ടക്ക് ഇവിടെ അടിക്കണമെന്ന് പറഞ്ഞു. അടിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞു. ഇയാൾ ആടെ പോയിട്ട് അടിച്ചു. ഇയാൾ എന്നിട്ട് കുറുപ്പ് എന്തായിരുന്നു, കുറുപ്പ് ഫെറ്റപ്പായി, കുറുപ്പ് ആശുപത്രിയിലായി. കുറുപ്പ് ആശുപത്രിയിൽ ഇയാൾ പിന്നെ ഇദ്ദേഹം കുറുപ്പിനെ കാണാൻ പോകുന്നുണ്ട്. കുറുപ്പിനെ കാണാൻ പോയി, ബോധം തന്നെ കുറുപ്പിനെ കാണാൻ പോയിട്ട് പിന്നെ ഗംഗാധര മാരാർ പറയുന്നത് പറഞ്ഞാൽ മിസ്റ്റർ കുറുപ്പ് ഐ ഫീൽ സോ സോറി എന്താ പറഞ്ഞത് സംഭവം ഞാൻ അടിച്ചിട്ട് മരിച്ചില്ല എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ വരാവുന്നൊരു സത്യസന്ധതയുണ്ട്. ഈ സത്യസന്ധത എന്ന് പറഞ്ഞാൽ അതൊരു ജെനുവിൻ ഫീലിംഗാണ്. ഈ ഫീലിങ്ങിന് പകരം ഏതോ ഒരാൾ പോകുന്നതിന് അങ്ങേപ്പുറത്ത് പോകാതെ ഓനെ ചാപിക്കളാന്ന് പറയാം. ഇത് പാർട്ടിയല്ല, ഇത് ഇൻഡിവിജ്വൽ ഹീറോയിസമാണ്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരാളെ കൊല്ലണം തീരുമാനിച്ചിട്ടുണ്ടോ, നിങ്ങൾ തന്നെ പോയി ചെയ്യും. അതിന് പകരം ഈ മൃഗങ്ങളെ പോലെ കൂലിക്കാലി TP ചന്ദ്രശേഖരനെ കൊല്ലാൻ കൂലിക്കാലി എടുക്കുക, ഈ മാതിരി ഏർപ്പാടുകൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയും. ഇതാണ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള സംഭവം അതാണ്. ഇതിന് പോലും മെനക്കെടാതെ ആളുകളെ ദൂരെ നിന്ന് എറിഞ്ഞ് കൊല്ലിക്കുന്നൊരു ഇടപാട് നടത്തിയിട്ട് അയാൾ മഹാനാണെന്ന് പറയുമ്പോൾ അത് ഇതിനേക്കാൾ വേസ്റ്റായിരിക്കുന്നൊരവസ്ഥ കേരളത്തിലേക്ക് ഇനി വരാനില്ലാത്ത അവസ്ഥയിലേക്ക് ഇയാൾ കേരളത്തെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ എന്താ പറഞ്ഞാൽ ഇയാൾ ഉൾപ്പെടെയുള്ള ഇയാൾ വാസ്തവത്തിൽ കേരളത്തിലെ 100 പരം സീറ്റുകളിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റാമ്പു. BJP സഹായിച്ചില്ല എങ്കിൽ ഒരൊറ്റ സീറ്റ്, ഞാൻ അത്രമാത്രം എഡമൻ്റായിട്ട് ഞാൻ പറയുകയാണ്, ഒരൊറ്റ സീറ്റ് BJP സഹായിച്ചില്ലെങ്കിൽ കേരളത്തിൽ CPIM കിട്ടാൻ പോകുന്നില്ല. ഒരു സീറ്റും അവർക്ക് കിട്ടില്ല. ഇതാണ് താങ്കളുടെ കൃത്യമായിട്ടുള്ള. അതോടൊപ്പം തന്നെ BJPക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ തിരുവിതാംകൂർ ഭാഗത്ത് സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മലബാർ ഭാഗത്തേക്ക് കിട്ടില്ല. മലബാർ ഭാഗത്തുനിന്ന് ഒരു ചാൻസും ഇല്ല. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചില പ്രവചനങ്ങളാണ് ഷാജി പാണ്ഡ്യാല നടത്തിയിരിക്കുന്നത്.